നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൃശൂരിൽ കെഎസ്ആർടിസി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. കതിന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഒളരിക്കര ദേവസ്വം ജീവനക്കാരൻ അവണിശ്ശേരി സ്വദേശി 72 വയസ്സുള്ള ഗിരിജനാണ് മരിച്ചത്. ചാഴൂരിൽ തെക്കേ ആലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കെഎസ്ആർടിസി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. ശക്തൻ നഗറിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസിയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെഎസ്ആർടിസിയുടെ ചിലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. ഓരോ ഘട്ടത്തിലും ശക്തൻ തമ്പുരാന് അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിങ്ങനെ തകർന്ന് കടന്നുകൂടാ. അതുകൊണ്ട് കെഎസ്ആർടിസിയോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ആവശ്യം നടത്തി കർശനമായും ഈ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കെഎസ്ആർടിസി തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ചെയ്യാം എന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച്, നേരത്തെ ഇതിന് രൂപകൽപ്പന ചെയ്തവരും അതിന്റെ ശില്പികളുമായി കൂടിയാലോചിച്ച് ഇത് ഇതുപോലെ തന്നെ നിലനിർത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം കെഎസ്ആർടിസി ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രയാസങ്ങളില്ലാത്ത വിധം നമുക്കിത് സ്ഥാപിച്ചു. പ്രതിമയുടെ ശില്പികളുമായി കൂടി ആലോചിച്ച് എത്രയും വേഗത്തിൽ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. തൃശൂർ എംഎൽഎ പി ബാലചന്ദ്രനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ് തൃശൂർ ശക്തൻ നഗറിലുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറിയത്. സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ പാട്ടുകുർബാന, നൊവേന, ലതീഞ്ഞ, തിരുനാൾ പ്രദക്ഷിണം, ഇടവക ദിനം, കലാപരിപാടികൾ എന്നിവയുണ്ടായിരുന്നു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോ പാച്ചേരി സിഎംഐ തിരുഹൃദയ സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് നിരവധി പേരാണ് പങ്കാളികളായത്.
കതിന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഒളരിക്കര ദേവസ്വം ജീവനക്കാരൻ അവണിശ്ശേരി സ്വദേശി 72 വയസ്സുള്ള ഗിരിജനാണ് മരിച്ചത്. ഒളരിക്കര ക്ഷേത്രത്തിൽ ആചാരവെടി പൊട്ടിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. കതിന പൊട്ടിക്കുന്നതിനിടെ അബദ്ധത്തിൽ തീതെറിച്ച് സമീപത്തെ വെടിമരുന്നിന് തീപിടിക്കുകയായിരുന്നു. ഗുരുതര പൊള്ളലേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു മരണം. ചാഴൂരിൽ തെക്കേ ആലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പഴുവിൽ സ്വദേശി വേളൂക്കര 60 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപറ്റി. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്നും ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുന്നിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടയിലാണ് കാർ പാഞ്ഞു കയറിയത്. ഗോപിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഗോപിക്ക് സമീപമുണ്ടായിരുന്ന ലോട്ടറി കച്ചവടക്കാരനായ അന്തോണി, ശ്രീധരൻ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആരോഗ്യ ജീവകാരുണ്യ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന SSF, SYS കേരള, മുസ്ലിം ജമാഅത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വലിയ ചേനത്ത് സാന്ത്വനം ഓഫീസ് പ്രവർത്തനം തുടങ്ങി. രോഗികൾക്ക് ആവശ്യമായ വാക്കർ, വീൽചെയർ, മെഡിക്കൽ ബെഡ്, എയർ ബെഡ്, വാട്ടർ ബെഡ്, വാക്കിംഗ് സ്റ്റിക്ക്, ടോയ്ലറ്റ് ചെയർ, ഓക്സിജൻ മെഷീൻ തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങളെല്ലാം കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ്. സ്വാതന്ത്ര്യം ഓഫീസ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷിഹാബുദ്ദീൻ വലിയചാനം അധ്യക്ഷത വഹിച്ചു. നവാസ് SYS തൃശൂർ ജില്ലാ സെക്രട്ടറി ബഷീർ മുസ്ലിയാർ, SYS സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജഹ്ഫർ തുടങ്ങിയവർ സംസാരിച്ചു. 2008 സാന്ത്വന പരിചരണ നയം സർക്കാർ രൂപീകൃതമായിട്ടുണ്ട്. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രയത്നങ്ങളിലാണ് സർക്കാർ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സാന്ത്വന പരിചരണ നയം തന്നെ, പാലിയേറ്റീവ് നയം തന്നെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ആ സർക്കാർ അതിന്റെ പരിധിയിലുള്ള ത്രിതല പഞ്ചായത്തുകളെ ഉപയോഗിച്ച് പ്രാഥമിക പാലിയേറ്റീവ് പരിചരണ കേന്ദ്രം, സെക്കൻഡറി പാലിയേറ്റീവ് പരിചരണ കേന്ദ്രം, ജില്ലാ തലത്തിലുള്ള പരിചരണ കേന്ദ്രങ്ങളൊക്കെ സംസ്ഥാനത്തുടനീളം അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ നിർധനരായ കുട്ടികളുടെ വിവാഹങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ നാടുകളിൽ കൊറോണയായിട്ടും പ്രളയമായിട്ടും അനുബന്ധിച്ച് പല വിഷയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ടായപ്പോഴും എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ SYSന്റെയും ഈ സ്വാതന്ത്ര്യത്തിന്റെയും പ്രവർത്തകർ 47ാമത് പെരുവനം ദേശകുമ്മാട്ടിയോടനുബന്ധിച്ചുള്ള സംഭാവന കൂപ്പൺ ഉദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടമ്മഴ നിർവഹിച്ചു. യുവജന സംഘം പ്രസിഡന്റ് അജിത്, സെക്രട്ടറി സഞ്ജയ്, ട്രഷറർ കാർത്തിക്, യുവജന സംഘം അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് 2024 സെപ്റ്റംബർ 14 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പെരുവനം മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറ് നടയിൽ വെച്ച് നടക്കും. 2024 സെപ്റ്റംബർ 16 ദേശകുമ്മാട്ടി. പെരുവനം ദേശകുമ്മാട്ടി 47ാമത് വർഷം. ഓരോ വർഷവും പെരുവനത്തെ കുമ്മാട്ടി കൂടുതൽ ഗംഭീരമായി വരികയാണ്. 47ാമത്തെ വർഷവും അതിഗംഭീരമായിട്ട് യുവജനങ്ങള്, കുട്ടികള്, കുമ്മാട്ടിക്ക് വേണ്ട ഒരുക്കങ്ങള്, വാദ്യഘോഷങ്ങള്, നിശ്ചല ദൃശ്യങ്ങള്, മറ്റ് നൃത്ത രൂപങ്ങള് എല്ലാം കുമ്മാട്ടിയോടൊപ്പം ഒരുക്കിക്കൊണ്ട് അതിഗംഭീരമായിട്ടാണ് ഒരുക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ഓരോ കൊല്ലവും സാമ്പത്തികമായി ചെലവ് കൂടുതൽ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. അതിനുള്ള വരുമാനം എന്ന് പറയുന്നത് സമ്മാന കൂപ്പണിലൂടെ നറുക്കെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരു പരിധിവരെ ഇതിന്റെ ചെലവിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ സമ്മാന കൂപ്പൺ എല്ലാവരും എടുക്കുക. ഇവരുടെ ഈ പദ്ധതി, സമ്മാന പദ്ധതി വൻ വിജയമായി തീരാൻ എല്ലാവരും സഹകരിക്കുക. അതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി കൂപ്പൺ ഉദ്ഘാടനം മേക്കാവ് കോമരം ശ്രീ വേണുഗോപാലിന് നൽകിക്കൊണ്ട്
ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വർഷങ്ങളോളമായി ഇരുട്ടിലായിരുന്ന ചേർപ്പ് പഞ്ചായത്തിലെ 19-ാം വാർഡ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം തെരുവ് വിളക്കുകൾ പ്രകാശിച്ചു. വാർഡ് അംഗം ധന്യ സുനിലിന്റെ ഇടപെടലിലൂടെയാണ് പ്രദേശത്ത് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ ഭാഗത്ത് വഴിവിളക്ക് വന്നതോടെ പ്രദേശവാസികൾക്ക് അതേറെ ആശ്വാസമായി. ഏറെക്കാലത്തെ പരാതികൾക്കൊടുവിലാണ് ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ മുൻ വാർഡ് മെമ്പർ എം സുജിത് കുമാർ, ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അനിത സി, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ കെ എസ് ഗിരീഷ്, കെ പി ആന്റണി, വി കെ ശങ്കരൻ, കെ വിജയകുമാർ, കെ നാരായണൻകുട്ടി, നൂറുദ്ദീൻ, പാർക്കുട്ടിയമ്മ, റജുല ബഷീർ, മിഥുൻ കുമാർ കെയർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വർഷങ്ങളോളമായി വൈദ്യുതി എത്താതിരുന്ന ഈ പ്രദേശത്ത് മറ്റെല്ലാ ഭാഗങ്ങളും ഈ വാർഡിൽ പോസ്റ്റും വഴിവിളക്കുകളും ഉണ്ടെങ്കിലും ഈ പ്രദേശത്തേക്ക് വൈദ്യുതി എത്താൻ ഒരുപാട് വൈകി. ഇതിനു മുൻപുള്ള വാർഡ് മെമ്പർമാരൊക്കെ വളരെയധികം പരിശ്രമിച്ചതാണ്. വളരെയധികം കഴിവുകൊണ്ട് വരാതിരുന്നതല്ല. എന്നാൽ കൂടി ഈ അവസരത്തിൽ അതിനുവേണ്ട ഒരു പ്രത്യേക ഫണ്ട് നമ്മുടെ വാർഡ് മെമ്പർ ധന്യാസുനിൽ ഈ പ്രദേശത്തേക്ക് വേണ്ടി വെക്കുകയും 5 പോസ്റ്റ് അതിനുവേണ്ടി ഇവിടെ സ്ഥാപിക്കുകയും അതിനുള്ള വഴിവിളക്കുകൾ ഈ പ്രദേശവാസികളായ വിജയേട്ടനും രാഹുലും നാരായണൻ നടക്കുന്ന എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചുകൊണ്ട്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ തൃശൂരിൽ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യുഡിഎഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. ഐഎസിസി തീരുമാനം കെപിസിസി ഇരു നേതാക്കളെയും അറിയിച്ചു. കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ചാലക്കുടി മണ്ഡലത്തിൽ തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോയതും ഡിസിസി ഓഫീസിൽ സംഘർഷമുണ്ടായതുമെല്ലാം പരിഗണിച്ചാണ് ഇരു നേതാക്കളോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ എഐസിസി നിർദ്ദേശപ്രകാരം കെപിസിസി 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകാനാണ് തീരുമാനം. ഇരിങ്ങാലക്കുട കണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിയ മേൽശാന്തിയാണ് നടപ്പുരയുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. ക്ഷേത്രം അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അവിടെ ഹോളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 12 മണി വരെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഹോളിൽ ഇന്ന് ഒരു കല്യാണ നിശ്ചയമുണ്ട്. ആ സമയത്ത് ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന 12 മണിക്കാണ്. പക്ഷെ അവർ പോയതിന്റെ പിന്നാലെ ആയിരിക്കണം നോക്കി നിൽക്കുന്നു തോന്നണേ. പോയായിരിക്കണം ഞങ്ങളുടെ നിഗമനമാണ് നടന്നതെന്ന് തോന്നുന്നു. അയാൾ ഇതിനകത്ത് മാത്രമേ കയറിയിട്ടുള്ളൂ. 4:30 മണിക്ക് മേൽശാന്തി നട തുറക്കാൻ വന്ന് ഫ്രണ്ടിലൂടെ വന്ന് നോക്കിയിട്ട് തുറന്നു കിടക്കുന്ന വണ്ടി ഞങ്ങളൊരു 15 ദിവസം മുമ്പ് ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു 5,000-നും 10,000-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ഉണ്ടാവുമെന്നാണ് സാധാരണഗതിയിൽ ഞങ്ങൾ നിശ്ചയിക്കുന്നത്. സിസി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി 12 മണിയോടെയാണ് മോഷ്ടാവ് പിക്കാസുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഭണ്ഡാരം തുറന്നിരുന്നതായും അതുകൊണ്ട് ഭണ്ഡാരത്തിൽ 2,000 രൂപ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂവെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ചേലക്കര ലിസി കോളേജിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽപ്പെട്ടു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. കടയിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ഫ്രെയിമുകൾ അപകടത്തിൽ തകർന്നിട്ടുണ്ട്. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. പാതയോരത്തെ വൈദ്യുത തൂണിലിടിച്ചാണ് വാഹനം നിന്നത്. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ പരിക്കുകളോടെ ചേലക്കര മേപ്പാടം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാപിന്നി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ആർക്കും പരിക്കില്ല. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ചന്ദ്രാപിന്നി ജിഎൽപി സ്കൂളിന് സമീപത്ത് വച്ചാണ് ചില്ല് തകർന്നു വീണത്. സംഭവ സമയം ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നും പറവൂരിലേക്ക് പോയിരുന്ന ബസിന്റെ ചില്ലാണ് തകർന്നത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡരികിൽ മരം കടപുഴകി വീണതിനെ തുടർന്നുണ്ടായ വലിയ കുഴി അപകട ഭീഷണിയായി. 2 ആഴ്ചയോളമായി മരം വീണുകിടന്നിട്ട്. റോഡിനോട് ചേർന്ന് 5 അടിയിലധികം താഴ്ചയിൽ വലിയ ഒരു കുഴിയാണ് ഇവിടെ ഉള്ളത്. PWD അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും മരം നീക്കുന്നതിനോ റോഡിനോട് ചേർന്നുള്ള അപകടക്കുഴി മൂടുന്നതിനോ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. സംസ്ഥാന പാതയിലൂടെ ഇടതടവില്ലാതെ പാഞ്ഞുപോകുന്ന ഈ ഭാഗത്ത് വാഹനങ്ങൾ റോഡരികിനോട് ചേർന്ന് പോയാലും ഈ കുഴിയിലേക്ക് പതിച്ച് വൻ അപകടമുണ്ടാകാൻ സാധ്യതയാണ്.
ബസ്സുകളാണ് ഈ കുഴിയിൽ വീഴുന്നതെങ്കിൽ നേരെ പാടത്തേക്ക് മറിയാനും സാധ്യതയേറെയാണ്. റോഡിന് ഇരുവശത്തുമുള്ള പാടശേഖരത്തിൽ വെള്ളം കയറിക്കിടക്കുകയാണ്. പെരുമ്പുഴ പാതയോരത്തെ ഒരു വശത്തുള്ള 100-ലധികം വരുന്ന വലിയ മരങ്ങൾ കുറച്ച് കാലവർഷക്കെടുതിയിലും പ്രളയത്തിലും പെട്ട് നശിച്ചു പോയിരുന്നു. ബാക്കിയുള്ള മരങ്ങൾ മഴക്കാലത്ത് റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതും പതിവാണ്. കേടുവന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് PWD അധികൃതർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. പെരുമ്പുഴ പാതയുടെ ആരംഭഭാഗത്തെ കലുങ്കിന് അടിവശം തകർന്നു പോയത് ശരിയായ രീതിയിൽ ബലപ്പെടുത്താതെ തട്ടിക്കൂട്ട് പണി നടത്തിയതിന് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6570 രൂപ, പവന് 52,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. കതിന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഒളരിക്കര ദേവസ്വം ജീവനക്കാരൻ അവണിശ്ശേരി സ്വദേശി 72 വയസ്സുള്ള ഗിരിജനാണ് മരിച്ചത്. ചാഴൂരിൽ തെക്കേ ആലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.